അതേസമയം തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഡൽഹിയിൽ അർജുൻ പീതാംബരനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഗാന്ധി ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയൊക്കെ കാണുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബാബ എവിടേക്കാണ് ഒളിവിൽ പോയത്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? ഇനാമൊക്കെ ഈ സംഘാടകരെ പിടികൂടുന്നവർക്ക് പ്രഖ്യാപിച്ചിരുന്നു. എന്തെങ്കിലും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടോ അതിൽ? ആര്യ, ഈ ഭോലെ ബാബയെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഈ കസ്റ്റഡിയിലെടുത്ത 24 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 പേരും ഭോലെ ബാബയുടെ അനുയായികളാണ്. അവരിൽ നിന്നും ബാബയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ചും ഇന്നലെ ഈ പോലീസ് ഈ അപകടം പുനരാവിഷ്കരിച്ചിരുന്നു. അതിൽ തന്നെ ബാബയുടെ ഫോൺ കോളുകളെല്ലാം തന്നെ ട്രേസ് ചെയ്തുമെല്ലാം അന്വേഷണം ആരംഭിച്ചത്. 4 കോളുകളും ട്രേസ് ചെയ്തെത്തിയത് മെയിൻപുരിയിലെ ബാബയുടെ ആശ്രമത്തിലേക്കായിരുന്നു. ആശ്രമം കേന്ദ്രീകരിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ വലിയൊരു പോലീസ് സംഘം തമ്പടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബാബയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണെന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തേക്ക് എന്തായാലും പോലീസ് നൽകുന്നില്ല. വൈകാതെ തന്നെ അറസ്റ്റിലാകും എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ബാബ ഇപ്പോഴും പോലീസിന്റെ വലയത്തിലായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാകുന്നത്. അതേസമയം 24 പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്തായാലും ഇപ്പോൾ ഹത്രസിലുണ്ട്. പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബങ്ങളെയും എല്ലാം അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ധനസഹായം വർദ്ധിപ്പിക്കണം. മാത്രമല്ല, ഈ അപകടത്തിൽ ഒരു വീഴ്ച ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിലടക്കം ഒരു കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള കാര്യമടക്കം യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തുന്നു. മാത്രമല്ല, ഈ പ്രശ്നം എന്തായാലും നിലവിൽ അദ്ദേഹം രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല, മറിച്ച് ഈ ബാധിക്കപ്പെട്ടവർ വളരെ പാവപ്പെട്ടവരാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകണം. അതിന് കേന്ദ്ര സർക്കാർ കൂടി മുൻകൈ എടുക്കണം. തന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ ഭാഗത്തു നിന്നും എല്ലാ സഹായവും വിവരങ്ങൾ നൽകിയത്.